CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതായി CPIM പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി. കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അതിജീവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമെന്നും അത് നിഷേധിക്കാൻ നമുക്കാകില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. 2026 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ പൂർത്തിയായി. സൗദി അറേബ്യ ഔദ്യോഗിക കോട്ട പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കായി 1 ലക്ഷം സീറ്റുകളാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിന് 8530 സീറ്റുകൾ അനുവദിച്ചു. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതായി CPIM പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി. കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ 5 മാസം മുൻപ് വിവാഹിതയായി പോയ ഒരു വോട്ടറുടെ പേര് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടന്നതായി CPIM ആരോപിച്ചു. 100 കണക്കിന് വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളാൻ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് അനാവശ്യമായി തള്ളിപ്പോകരുത് എന്ന അഭിപ്രായമുള്ളവരാണ്. ഇത് മാത്രമല്ല, വോട്ട് പരമാവധി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ടവകാശമുള്ള എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു നിലപാട്. ആ നിലപാടിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. പക്ഷേ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട്, അനാവശ്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വോട്ടുകൾ തള്ളിപ്പോകുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട്. വിവാഹം കഴിഞ്ഞു എന്നതൊന്നും വോട്ട് തള്ളിപ്പോകാൻ മാനദണ്ഡമല്ല. ആ നിലയിൽ പലതരത്തിൽ ഈ നിലയിലുള്ള ഒരു ഇടപെടൽ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നു എന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ തള്ളിപ്പോകാൻ കാരണമാകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഒരു കുട്ടി ഇവിടെ അവരുടെ എല്ലാ രേഖകളുമായി പഞ്ചായത്ത് ഓഫീസിൽ വന്നപ്പോൾ അവരുടെ രേഖയെല്ലാം ഇവിടെ ഉണ്ടായിട്ടും വിവാഹം കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ വോട്ട് തള്ളപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് ആവർത്തിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് നമ്മൾ ഇടപെടുന്നത്. 1-ാം വാർഡിൽ ഏകദേശം 76 വോട്ടുകളും 9-ാം വാർഡ്, 14-ാം വാർഡ്, 2-ാം വാർഡ്, 6-ാം വാർഡ് എന്നിവിടങ്ങളിലെ വോട്ടർമാരുടെയും പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ പേര് ഒഴിവാക്കാനാണോ ആവേശം കാണിക്കുന്നത്? BJP എന്നുള്ള രാഷ്ട്രീയ കക്ഷിയാണ് പ്രധാനമായിട്ട് ചെയ്യണത്. അവർക്ക് പൗരബോധമില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവല്ലേ ഇത്? കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ വിനു നേരത്തെ സംസാരിച്ചു. വിനുവിൻ്റെ കുട്ടറെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കേ തള്ളിക്കളയണം. ആ കുട്ടറെ റേഷൻ കാർഡിൽ പേരിതാ. വിനുവിൻ്റെ കുട്ടിക്ക് വേറെ എവിടെയും കേരളത്തിൽ വോട്ടില്ല. ആ കുട്ടിക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? നമ്മൾ തള്ളിക്കളയുക വേണ്ടേ? ചേർക്കല്ലേ വേണ്ടേ? CPM ചെയ്യണേ. ഞങ്ങൾ ചെയ്യണത് പരമാവധി ആളുകളെ 18 വയസ്സ് യോഗ്യതയായി ചേർക്കുക ചെയ്യണേ, തള്ളിക്കളയല്ല ചെയ്യണേ. അതാണ് ചെയ്യേണ്ടത്. അതാണ് രാജ്യസ്നേഹം. ഈ സാഹചര്യത്തിൽ ഹിയറിംഗ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് CPIM പൂക്കോട്ടുകാവ് ലോക്കൽ സെക്രട്ടറി അശോക് കുമാർ, വേണു മാസ്റ്റർ, ഹരിശങ്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ, രതീഷ് എന്നിവർ ആവശ്യപ്പെട്ടു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 55.5 ലക്ഷം രൂപ ചിലവിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിർമ്മിക്കുന്നു. ശിലാസ്ഥാപനം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ നിർവഹിച്ചു. എന്താണ് ആരോഗ്യമേഖലയുടെ ഗുണമെന്ന് നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ട് വേണ്ടി പറയുന്ന ഒറ്റ ഉദാഹരണം അതുകൊണ്ട് പറയുന്ന. അവർ കല്യാണത്തിന് കണ്ടപ്പോൾ ശശി എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ സർജറിക്ക് നമ്മളൊരു സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചപ്പോൾ 1 ലക്ഷം രൂപ അതിന് ചെലവ് വരുമെന്ന് പറഞ്ഞു. ഹെർണിയുടെ സർജറിക്ക് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മരുന്നും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് സർജറിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യങ്ങളെല്ലാം ചേർത്ത് 15,000 20,000 രൂപയുടെ താഴെ മാത്രമേ ചെലവ് വന്നുള്ളൂ. അപ്പോൾ ഒരൊറ്റ വ്യക്തിക്ക് 80,000 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആര്? ഒരു ഗവൺമെന്റ് സംവിധാനം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ നമ്മുടെ നാട് എത്രമാത്രം
ഏത് വ്യക്തിയായാലും ആശുപത്രിയിൽ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പോയാലും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനം ജനങ്ങൾക്ക് താങ്ങാകുന്നത്, തണലാകുന്നത്, തുണയാകുന്നത്, ആശ്വാസമാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ആ ആശുപത്രിയിൽ ഇത്രമാത്രം ആളുകൾ വരും. ഡയാലിസിസ് ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, സ്ത്രീകളുടെ എല്ലാം മുഖത്തുണ്ടാകുന്ന അമിതമായ രോമവളർച്ചയ്ക്കുള്ള അത് തടയാനുള്ള സംവിധാനവും അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. പല താലൂക്ക് ആശുപത്രിയുടെ 3.5 വയസ്സായ കുട്ടിയുടെ കണ്ണിൽ ഒരു വിര വന്നിട്ട് ആ വിര കണ്ണിൽ നിന്ന് 2 ഡോക്ടേഴ്സാണ് ശസ്ത്രക്രിയ എടുത്തത്. 2 വനിതാ ഡോക്ടർമാരാണ് അത് ശസ്ത്രക്രിയ എടുത്തത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. KK ഷൗക്കത്ത് അലി, K അനസ്, രുക്മിണി, CA ശിവശങ്കരൻ, EK ജസീൽ എന്നിവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ പഞ്ചായത്തിലെ പൊതുനിരപ്പുകളിൽ മാലിന്യ പരിപാലനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റായി ആകെ 7 ലക്ഷം രൂപയ്ക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാഞ്ഞിരക്കടവ് പാലത്തിനു സമീപത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ക്യാമറകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. മേലൂർ മഹാകാളിക്കാവ്, ഉണ്ണിവൈദ്യർപടി, കാഞ്ഞിരക്കടവ് പാലം, അകവണ്ട കമ്പംകൂടം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. CCN കടമ്പഴിപ്പുറം. 2026 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ പൂർത്തിയായി. സൗദി അറേബ്യ ഔദ്യോഗിക കോട്ട പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കായി 1 ലക്ഷം സീറ്റുകളാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിന് 8530 സീറ്റുകൾ അനുവദിച്ചു. ഹജ്ജ് പോളിസി പ്രകാരം ആദ്യ പരിഗണന ലഭിക്കുന്ന 65 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ അപേക്ഷിച്ച എല്ലാവരെയും തിരഞ്ഞെടുത്തു. സ്ത്രീകൾ മാത്രമുള്ള വിഭാഗത്തിൽ 45-നും 65-നും ഇടയിൽ പ്രായമുള്ള 3620 പേരിൽ നറുക്കെടുപ്പിലൂടെ 58 പേരൊഴികെ ബാക്കിയുള്ളവർക്ക് വിത്തൌട്ട് മെഹ്റം വിഭാഗത്തിൽ അവസരം ലഭിച്ചു. മറ്റുള്ളവരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമം നറുക്കെടുപ്പിലൂടെയാണ് നിശ്ചയിച്ചത്. 2025 അവസരം ലഭിക്കാത്തവർ, ജനറൽ എന്നീ വിഭാഗങ്ങൾക്കാണ് അടുത്ത പരിഗണന. നിലവിൽ 2025 വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഇപ്പോൾ പരിഗണന ലഭിച്ചിട്ടില്ല. നറുക്കെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഗഡുവായി 1,52,300 രൂപ 2025 ഓഗസ്റ്റ് 20-നകം അടയ്ക്കേണ്ടതാണ്. ഓരോ കവറിനും പ്രത്യേകമായുള്ള ബാങ്ക് റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണം അടയ്ക്കാം. ഓൺലൈനായും പണമടയ്ക്കാൻ സൗകര്യമുണ്ട്. പണമടച്ചതിന്റെ രസീത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ അനുബന്ധ രേഖകൾ ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന സമയത്തിനകം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം. രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യാനും സാധിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ പണമടയ്ക്കാത്തവരുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ആ സീറ്റുകളിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ പരിഗണിക്കുകയും ചെയ്യും. ഈ വർഷം ജൂലൈ 7-ന് ആരംഭിച്ച അപേക്ഷാ സമർപ്പണം ഓഗസ്റ്റ് 7-നാണ് അവസാനിച്ചത്. ഇനി 45-ൻ്റെയും 65-ൻ്റെയും ഇടയിലുള്ള ലേഡീസ് വിത്തൗട്ട് മെഹ്റം അവർ ഒരു 19 പേർക്ക് എനിക്ക് കൊടുക്കാൻ ബാക്കിയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. ആ ലേഡീസ് വിത്തൗട്ട് മെഹ്റം ബിറ്റ്വീൻ 45 ആൻഡ് 65 ആ ഏജിലുള്ള ആളുകളിലെ ബാക്കിയുള്ളവരും, അതുപോലെ തന്നെ നമ്മൾ ഇക്കൊല്ലം പ്രത്യേകം റിസർവേഷനിൽ പ്രയോറിറ്റി കാറ്റഗറിയിൽ വന്ന അഥവാ B കാറ്റഗറി, ജനറൽ B, കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വന്ന 900+ ഈ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റുകാരും അവർക്കാണ് ഇനി മുൻഗണന നൽകൽ. ഇപ്പം നമ്മൾ പറഞ്ഞു 8530 ഉള്ളൂ. റിസർവേഷൻ കാറ്റഗറിയിലെ 2 കാറ്റഗറി മുഴുവനായും കൊടുത്തു. 3ാമത്തെ കാറ്റഗറിയിലെ 90% കൊടുത്തു. ഇനി ആ 3ാമത്തെ കാറ്റഗറിയിലെ ഒരു 10% ഉണ്ട്. ഇക്കൊല്ലം നിർമ്മിക്കപ്പെട്ട ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രത്യേക റിസർവേഷൻ അഥവാ കഴിഞ്ഞ വർഷത്തെ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് അവർക്കും കൊടുക്കാനുണ്ട്. അതിനൊക്കെ ഇനി നമുക്ക് സീറ്റ് എത്ര അലോട്ട് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ചേ കൊടുക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടേതും കൂടി കഴിഞ്ഞാലേ നമ്മുടെ ഫ്രഷ് ആപ്ലിക്കൻസിൻ്റെത് പരിഗണിക്കുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ വന്നതിൽ KLF ആരും പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വന്നതിൽ കഴിഞ്ഞ കൊല്ലത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോകാൻ ഉദ്ദേശിച്ച അപേക്ഷ കൊടുത്തവരും ആരും പെട്ടിട്ടില്ല. CCN മലപ്പുറം. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ NREGW ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഈ വിഭാഗത്തോട് ഇങ്ങനെ നീതികേട് കാണിക്കുന്നത് എന്ന്
എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നേരത്തെ സ്വാഗത പ്രാസംഗ്യം ജയൻ സൂചിപ്പിച്ചു, ഇത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു നിയമമാണ്. കേന്ദ്ര ഭരണാധികാരികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമമാണ് നിവൃത്തിയില്ലാതെ 2005 ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുത്തത്. അന്നേ വരെ എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള എന്തെങ്കിലും നുടുക്കി വിദ്യകളാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിരുന്നത്. അവിടെ നമുക്ക് RLEGP ഉണ്ടായിരുന്നു, NREP ഉണ്ടായിരുന്നു, നിരവധി പദ്ധതികൾ പാവങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം പുല്ലിൽ തൂത്ത തവിട് പോലെ ആർക്കാണോ ഇതിൻ്റെ ഗുണം കിട്ടേണ്ടത് അവർക്ക് കിട്ടാതെ ഇടത്തട്ടുകാരായിട്ടുള്ള കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും തട്ടിയെടുക്കുന്ന സ്ഥിതിയാണ് അന്നൊക്കെണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ ഇറക്കിയ 2025 ജൂൺ 16 ഉത്തരവ് പിൻവലിക്കുക, തൊഴിൽ ദിനം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഓംബുഡ്സ്മാൻ മാടമ്പിത്തരം അവസാനിപ്പിക്കുക, കനാൽ നവീകരണം, റോഡ് നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിലാസിനി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി കെ ജയകുമാർ സ്വാഗതം പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ്, CPM ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി MK ദേവി, NREGW യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ലിനി, C ശരത് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ഇറക്കിയ 2025 ജൂൺ 16 ഉത്തരവ് പിൻവലിക്കുക, ഓംബുഡ്സ്മാന്റെ മാടമ്പിത്തരം അവസാനിപ്പിക്കുക, NMMS അപാകതകൾ പരിഹരിക്കുക, മാറ്റുമാർക്ക് അധിക ഭാരം ഉണ്ടാക്കുന്ന അനുബന്ധം 1, 2, 3 ഫോമുകൾ റദ്ദാക്കുക, കനാൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുക, തൊഴിൽ വേതനം CCN കടമ്പഴിപ്പുറം. ബ്യൂട്ടി പാർലറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഏതാണ്ട് ഒരു കൂലി അടിമ വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ യുഗമെല്ലാം കഴിഞ്ഞ് ഇപ്പൊ AI യുഗത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു. അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ജോലി സമയം വർദ്ധിപ്പിക്കുന്നു, അവരുടെ വേതനം നഷ്ടപ്പെടുത്തുന്നു, അവരെ കൂലി അടിമകൾക്ക് തുല്യമായ വിഭാഗമായി മാറ്റാനുള്ള നടപടിയുമായി ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് കേരളത്തിലെ 26 തൊഴിൽ നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള അംഗീകൃത കോഴ്സുകളോ നിയമങ്ങളോ പാലിക്കാതെയാണ് മിക്ക ബ്യൂട്ടി പാർലറുകളും പ്രവർത്തിക്കുന്നതെന്നും ഇത് ഉപഭോക്താക്കൾക്ക് നിരവധി പരാതികൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. KBA ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻ അധ്യക്ഷയായി. വർക്കിംഗ് പ്രസിഡന്റ് ആര്യനാട് മോഹനൻ പതാക ഉയർത്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, KBA സെക്രട്ടറിയായിരുന്ന രാധാനാരായണൻ എന്നിവരുടെ നിര്യാണത്തിൽ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. അസോസിയേഷൻ സെക്രട്ടറി മഞ്ജു രാജ്കുമാർ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റായി രേഖ മോഹനൻ, സെക്രട്ടറി അജിത സന്തോഷ് തുടങ്ങിയവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ബ്യൂട്ടി പാർലറുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്നും ഉപഭോക്തൃ ഫോറങ്ങളിൽ എത്തുന്ന പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. CCN മണ്ണാർക്കാട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അതിജീവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമെന്നും അത് നിഷേധിക്കാൻ നമുക്കാകില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് അതിന്റെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ കുട്ടി വളരണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്, നയരൂപീകരണ സമിതികളുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്ക് ഒരു സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രാഥമികമായ അറിവുകൾ ലഭ്യമാവുന്നത്, അനുഭവങ്ങൾ ലഭ്യമാവുന്നത് കുടുംബാന്തരീക്ഷത്തിൽ തന്നെയാണ്. ആ കുടുംബാന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അഡോപ്ഷൻ പോലുള്ള സംവിധാനങ്ങളും ചെയ്യുന്നത്. പക്ഷേ അഡോപ്ഷന്റെ എണ്ണം കുറക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യം. പക്ഷേ കുട്ടികൾക്കുള്ള ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നത് കൊണ്ട് തന്നെ അവരെ ആരും തന്നെ ഉപേക്ഷിക്കരുത് എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. കാരണം അവരെ പലപ്പോഴും നിർദാക്ഷിണ്യം
കൊലപ്പെടുത്തുന്ന രീതികൾ നമ്മൾക്ക് സമൂഹത്തിൽ കാണുന്നുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ്, ശിശുക്ഷേമ സമിതി, ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്മൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരണത്തിന് നേതൃത്വം നൽകിയത്. സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. ഇതുവരെ സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലുകളിൽ 1050 കുട്ടികളെ ലഭിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി, ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P ജാബിർ, C ഹേമലത, ശ്രീജ പുളിക്കൽ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റശ്ശേരി, പാറമ്മൽ കുടുംബ കൂട്ടായ്മ അംഗം ഹമീദ് പാറമ്മൽ, മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ്, ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി P സതീശൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ജില്ലാ സിറ്റിംഗ് മലപ്പുറത്ത് ആരംഭിച്ചു. കമ്മീഷൻ അംഗങ്ങളായ VT വാസു, അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത്. പുതിയ കമ്മീഷൻ നിലവിൽ വന്നതിനു ശേഷം ജില്ലയിൽ നടക്കുന്ന രണ്ടാമത്തെ അദാലത്താണിത്. അദാലത്തിൽ മുൻകൂട്ടി ലഭിച്ച 122 പരാതികളാണ് പരിഗണിക്കുന്നത്. ഇതിൽ 36 പരാതികളും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പരാതികളിൽ കൂടുതലും ഭൂമി സംബന്ധമായ വിഷയങ്ങളാണ്. അദാലത്ത് 21-ന് സമാപിക്കും. ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു പരാതി ലഭിക്കുമ്പോൾ തന്നെ അവിടെ റവന്യൂ ആകട്ടെ, പഞ്ചായത്ത് ആകട്ടെ, ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആകട്ടെ, ഏത് തലത്തിലാകട്ടെ, അവിടെ പരിഹരിച്ചു പോകേണ്ട പരാതികൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ അത്തരത്തിലുള്ള പരാതികളാണ് നമുക്കിവിടെ കമ്മീഷനിൽ ലഭ്യമാകുന്നത്. ചിലപ്പോൾ പോലീസിന് തന്നെ ചിലപ്പോൾ നേരിട്ട് കേസെടുക്കുന്ന FIR ഇട്ട് പോകേണ്ട കേസുകളായിരിക്കാം, അട്രോസിറ്റി ഉൾപ്പെടെ. അപ്പം ആ കേസുകൾ അവരെടുക്കാതെ ഈ വിഭാഗത്തിലുള്ളവരെ തീർച്ചയായും തഴയപ്പെടുമ്പോൾ അവർക്ക് വേറെ എവിടെയും നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു താല്പര്യത്തോടെ കമ്മീഷനെ നമ്മൾ അടുത്തു വരികയാണ്. അപ്പൊ കമ്മീഷൻ അത്തരത്തിൽ ഈ പരാതികളെ സ്വീകരിക്കുമ്പോൾ കമ്മീഷൻ നേരിട്ടല്ല, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി അതിന് ശ്രദ്ധിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള പ്രശ്ന പരിഹാരം നടത്തിയതിനു ശേഷം നമുക്ക് റിപ്പോർട്ടുമായി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CCN മലപ്പുറം. പാഴ്വസ്തുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കീഴ്ശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ. പുല്ല്, മുള, ഇലകൾ, അടയ്ക്കാത്തൊണ്ട്, ചോളത്തൊലി, മരത്തൊലി തുടങ്ങി ഏതു വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും. ആകർഷകമായ അലങ്കാര പൂക്കൾ ഒരുക്കും. പൂക്കളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം. അവ തിരഞ്ഞുപിടിച്ച് ശേഖരിക്കുകയാണ് ആദ്യപടി. മൂക്കാത്ത പുല്ല് ഏറെ നാൾ കേടുകൂടാതിരിക്കില്ല. മൂപ്പെത്തിയവ മാത്രം ശേഖരിക്കും. പ്രകൃതിയോടുള്ള അടുപ്പമാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരേയൊരു വഴി. അല്ലാതെ പ്രത്യേകിച്ചൊരു സിദ്ധിയുമില്ലെന്ന് ഷാഹിന പറയും. എൻ്റെ പേര് ഷാഹിന, സ്ഥലം അങ്ങാടിപ്പറമ്പ്, കീശ്ശേരി അങ്ങാടിപ്പറമ്പിൽ. പിന്നെ ഇത് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് ഒരു 4-5 വർഷം കേടുകൂടാതെ നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും. പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ്. സ്റ്റോളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം. തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാര പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യ മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു. പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം. നമ്മളൊരു ബിസിനസ് വർക്ക് തുടങ്ങുമ്പം ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കും. ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷെ ഇതിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്താണ്ട് പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടോട്ടിയാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു 10 രൂപയെങ്കിലും കിട്ടില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം, എറണാകുളം, കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു 30 എന്നാണ് എന്താ ചീപ്പ് വില എന്നാണ് ചോദിക്കുക. അത്രയും കുറഞ്ഞ റേറ്റ് എത്ര? കാരണം ഓരോ ഏരിയക്ക് അനുസരിച്ചാണ് നമ്മളെ ബിസിനസ് നടക്കുന്നത്.
ഷാഹിനയ്ക്ക് ചില ദാർശനിക സമീപനങ്ങളുണ്ട്. ഒരു വസ്തു ശേഖരിക്കുമ്പോൾ പ്രകൃതിയോട് അനുവാദം ചോദിച്ചാണ് ശേഖരിക്കുക. ഇളം പ്രായത്തിലുള്ള ചെടികളോ കായ്കളോ ശേഖരിക്കില്ല. പൂക്കൾ പൊട്ടിച്ച് നശിപ്പിക്കില്ല. മൂപ്പെത്തിയ തണ്ടും കായ്കളും മാത്രമാണ് അലങ്കാര ചെടികൾ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുക. അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യയും ഉണ്ടാകും സഹായത്തിന്. അലങ്കാരപ്പൂ നിർമ്മാണം സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യയ്ക്കും ഇപ്പോൾ ഹരമാണ്. അവൾക്കതൊരു വരുമാന മാർഗവുമാണ്. കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന. അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ്. കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത്. കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി. നല്ല പ്രതികരണമാണ് കിട്ടിയത്. പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി. വ്യവസായ വകുപ്പ്, ബാംബു കോർപ്പറേഷൻ, പിന്നോക്ക വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഷാഹിനയ്ക്ക് എക്സിബിഷനുകളിൽ ഇടം കൊടുത്തു. എന്റെ കേരളം, സരസ് തുടങ്ങിയ മേളകൾ വലിയ ഊർജമായി. പിന്നെ എക്സിബിഷന് കൊണ്ടുപോയാൽ തന്നെ മൊത്തം എനിക്ക് സെയിൽ നടക്കാറുണ്ട്, മൊത്തം തീരാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇതിലായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് അറിയില്ല സത്യം പറയാൻ. എനിക്ക് എല്ലാ ഓഫീസിൽ നിന്നും നന്നായിട്ട് ജില്ലാ മിഷൻ, നമ്മളെ വ്യവസായത്തിൽ നിന്ന് ജില്ലാ മിഷനും, നമ്മൾ ഇവിടുത്തെ കുഴിമണ്ണ പഞ്ചായത്തുകാർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ല, അത്ര വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഓഫീസിലേക്കാണ് മെയിനായിട്ട്. ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതികൾ അറിയാത്തത് കൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളകളാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്ന് ഷാഹിന പറയുന്നു. വർഷത്തിൽ 8-10 മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ. ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എക്സിബിഷനില് എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട്. ഡൽഹി, ഗോവ, പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതിൽ. പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാംബുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവരിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ് ആണ്. വ്യവസായ വകുപ്പ്, കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ കിട്ടുന്നുണ്ട്. CCN മലപ്പുറം. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി ഇ ഷിജിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിൽ MPയെയും VD സതീശനെയും ജനങ്ങൾ തിരിച്ചറിയണമെന്ന് നേതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാഹിദ് M, ജിജീഷ് KT, K ഹരിമോൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതായി CPIM പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി. കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അതിജീവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമെന്നും അത് നിഷേധിക്കാൻ നമുക്കാകില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. 2026 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ പൂർത്തിയായി. സൗദി അറേബ്യ ഔദ്യോഗിക കോട്ട പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കായി 1 ലക്ഷം സീറ്റുകളാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിന് 8530 സീറ്റുകൾ അനുവദിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.